ഓർ നോയ്ക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഇപ്പം ഇലക്ഷൻ വേണം, യെസ്. ശ്വേത തുടരണം, യെസ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും? 1 or 2 അതിട്ടാൽ മതി. ഇലക്ഷൻ വേണം 1 എന്ന നമ്പർ, ശ്വേത സമിതി തുടരണം 2. ഇതിൽ നമുക്ക് എണ്ണം നോക്കി തീരുമാനിക്കാം എത്ര 1 വന്നു, എത്ര 2 വന്നു എന്ന്. ക്ലിയർ അല്ലേ ശ്രീദേവി ചേച്ചി, പൊന്നമ്മ ചേച്ചി, ഉഷ? ഒക്കെ എടുത്തെഴുതാവുന്നതല്ലേ ഉള്ളൂ. ഇലക്ഷൻ വേണം എന്ന് എഴുതാം, ശ്വേത തുടരണം എന്ന് എഴുതാം, അങ്ങനെ എഴുതാം, ക്ലാരിറ്റിയോടെ എഴുതാൻ പറ്റും. പൊന്നമ്മ ചേച്ചി നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഈ ഗ്രൂപ്പിലെ കുറേ പേരെങ്കിലും പ്രതികരിക്കും നമുക്ക് വിചാരിക്കാം. അപ്പോൾ പേരുകൾ എഴുതി നമുക്കൊരു ലിസ്റ്റ് നോക്കാം. എത്ര പേരാണ് ഇതിനകത്ത് ധൈര്യപൂർവ്വം ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകുന്നത്? ചിലപ്പോൾ ഒരു കടലാസിൽ ഒപ്പിട്ട് എവിടെയെങ്കിലും കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കക്ഷി ചേരണമെങ്കിൽ എത്ര പേര് വില്ലിങ്ങാണ്? ശബ്ദം ഇപ്പോൾ പറഞ്ഞു ഞാനുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ അങ്ങനെ എത്ര പേരുണ്ട്? അപ്പോൾ ഓഷിക്കും എനിക്കുമൊക്കെ നമ്മളൊന്ന് എന്തെങ്കിലും ചെയ്യണമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സത്യമായിട്ടൊരു ശക്തിയായിരിക്കും കേട്ടോ. മലയാളി പ്രേക്ഷകരെല്ലാവരും കഴിഞ്ഞ കുറച്ച് നാളുകളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് മലയാളം സിനിമ അസോസിയേഷൻ്റെ സംഘടനയായിട്ടുള്ള അമ്മയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന പല കോൺട്രവേഴ്സികളും. അക്കൂട്ടത്തിൽ ശ്വേതാ മേനോനെ പുറത്താക്കിയ സിനിമയിലെ സ്ത്രീകളുടെ ഗ്രൂപ്പിൽ ശ്വേതാ മേനോനെതിരെ വോയിസ് ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുകയും വോയിസ് ക്ലിപ്പിലൂടെ തന്നെ ശ്വേതാ മേനോനെതിരെ സംസാരിക്കുന്ന രീതിയിലേക്കും എത്തുന്ന ദൃശ്യങ്ങളും ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. പ്രേക്ഷകർ വളരെ കൃത്യമായി സംസാരിക്കുന്നൊരു വാക്കായി ഇത് മാറുകയും ചെയ്യുന്നു. എല്ലാവരും വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയമാക്കിയും ഇതിനെ മാറ്റുന്നുണ്ട് എന്നതാണ് സത്യം. ശ്വേതയ്ക്കെതിരെ ആരൊക്കെ സംസാരിക്കും, ശ്വേതയ്ക്ക് വേണ്ടി ആരൊക്കെ സംസാരിക്കും, ഇതാണ് അവരുടെ ഇടയിൽ ചർച്ച ചെയ്യുന്നൊരു പ്രധാന വിഷയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്വേതയെ പിന്തുണയ്ക്കുന്നവർ വളരെ കുറവാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് ഈ ഗ്രൂപ്പിൽ തന്നെ സംസാരിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ 120 പേരുണ്ട്. നിങ്ങളിൽ ആരൊക്കെ ശ്വേതയെ പിന്തുണയ്ക്കുന്നു, ആരൊക്കെ പിന്തുണയ്ക്കുന്നില്ല? ഇതാണ് പലരും ചോദിച്ചുകൊണ്ട് എത്തുന്നത്. ഇതിലൂടെ തന്നെ ശ്വേതയ്ക്ക് വേണ്ടി അവിടെ വലിയൊരു രീതിയിൽ തന്നെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. അമ്മ പെൺമക്കൾ എന്ന ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ വനിതാ അംഗങ്ങളെല്ലാം സംസാരിക്കുന്നത് കൃത്യമായി കേൾക്കാം. വിവാദങ്ങൾക്കിടെ തൻ്റെ യുദ്ധം ഹേമ കമ്മിറ്റിയിലെ കുറ്റാരോപിതർക്കെതിരെയാണ് പ്രതികരണവുമായി ശ്വേതാ മേനോൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇതുമായി ചുറ്റിപ്പറ്റി തന്നെയാണ് എല്ലാവരും ഈ വാക്കുകൾ കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. താൻ ഉള്ളിടത്തോളം ആരോപണം നേരിടുന്നവർ അമ്മയുടെ തലപ്പത്ത് വരില്ലെന്നും കുറ്റാരോപിതർ സംഘടനയിൽ ചിലരെ മുൻനിർത്തി തന്നെ അപമാനിക്കുകയും ചെയ്തുവെന്നും ശ്വേത പറഞ്ഞു. സംഘടനയിലെ ചിലരെ മുൻനിർത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റാരോപിതർ തന്നെ വ്യക്തിപരമായി അപമാനിക്കാൻ ശ്രമിച്ചുവെന്നും അവർക്കെതിരെ തന്റെ പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നും ഇരകളെ എന്നും ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നും അത് മാധ്യമ ശ്രദ്ധ നേടാനോ വ്യക്തിപരമായ നേട്ടത്തിനോ വേണ്ടിയായിരുന്നില്ല എന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് പലരും ശ്വേതാ മേനോനെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഇറക്കി വിട്ടതും ഇപ്പോൾ ശ്വേതയ്ക്കെതിരെ കടുത്ത രീതിയിൽ വിമർശനങ്ങളെല്ലാം പറയുന്നതും. ശ്വേത എന്താണ് പറഞ്ഞത് എന്നുപോലും കൃത്യമായി മനസ്സിലാക്കാതെയാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നതെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശ്വേതയുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുകയും ശ്വേതയെ മനഃപൂർവ്വം ഗ്രൂപ്പിൽ നിന്ന് മാറ്റി അവിടെ ഗ്രൂപ്പിസം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലായ ഒരു വ്യക്തി തന്നെയാണ് ഗ്രൂപ്പിൽ നിന്നും ഈ വോയിസും ഓഡിയോയുമൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത്. ശ്വേതയെ കേൾപ്പിക്കണമെന്നും ശ്വേത ഇത് അറിയണമെന്നും ഇത്തരം ആൾക്കാർ ഇവിടെതിരെ ശ്വേതയെ മനഃപൂർവ്വം ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്നുവെന്നും ഒക്കെ ശ്വേതയ്ക്ക് അറിയണമെന്നുള്ള നിർബന്ധം കൊണ്ട് തന്നെയാണ് ഇത് പുറത്തു വന്നത്. ഇതോടെ ഇത് ലീക്കാവുകയും മാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടുകയും ഇതോടെ ശ്വേതയ്ക്ക് പിന്തുണ വർദ്ധിക്കുകയും ചെയ്തു. കൂട്ടമായി ശ്വേതയെ ഇങ്ങനെ ആക്രമിക്കുന്നത് എന്തിനാണ് എന്നാണ് പലരും ചോദിക്കുന്നത്. ഇത്തരത്തിൽ ശ്വേതയ്ക്കെതിരെ പ്രതികരണങ്ങൾ നടത്തുന്നതൊക്കെ തന്നെ തെറ്റായ രീതിയാണെന്നും പറയുന്നു. ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ സംഭവിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെല്ലാം പ്രേക്ഷകരുടെ രീതിയിൽ അനുകൂലിക്കുന്നതിലേക്ക് മാറുകയാണ് എന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.